ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ട പോലെ തന്നെ ആമിയുടെ ആനുവൽ ഡേയുടെ അന്നെടുത്തിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ആമിക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് സ്കൂളില്ല. അപ്പോൾ തലേ ദിവസം തന്നെ ഇവർക്ക് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേണം ഇവരെ റെഡിയാക്കി കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ട് കൊണ്ടുപോവേണ്ടത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ട് ഈവനിങ് ഒരു 4 മണിക്കാണ് അവരെ സ്കൂളിൽ എത്തിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് കരുതുന്നുണ്ട് കേട്ടോ, ഞാനും ഹസ്ബൻഡും കൂടി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രോഗ്രാംസൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ സമയത്ത് കിടന്ന് ഓടുന്നേക്കാളും നല്ലത് കുറച്ച് നേരത്തെ അവിടെ എത്തുന്നതല്ലേ. ഞങ്ങളെപ്പോഴും അങ്ങനെയാണ്, ഏത് കാര്യത്തിന് പോയാലും ഒരു അരമണിക്കൂർ മുന്നെങ്കിലും അവിടെ എത്തുന്ന രീതിക്കാണ് ഇറങ്ങുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഞാൻ ജോലികളെല്ലാം കഴിയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് റാഗി കൂഴാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഇത് തന്നെയാണ് കേട്ടോ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ശരിക്കും രാവിലെ നമുക്ക് പലഹാരം ഒന്നും കഴിക്കാനായിട്ട് തോന്നത്തില്ല, കാരണം ഈ ചൂടിൻ്റെ ഇതുകൊണ്ടില്ലേ. പിന്നെ ഈ റാഗിയൊക്കെ ആകുമ്പോഴത്തേക്കും ശരീരം നന്നായിട്ട് തണുക്കുകയും ചെയ്യും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും ഹസ്ബൻഡിനും ആമിക്കും ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെ ആമിക്കുള്ളത് ഞാൻ എടുത്ത് വെച്ചു, പിന്നെ ഞങ്ങൾക്കുള്ളതൊക്കെ പിന്നീടാണ് കഴിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനിടയിൽ തന്നെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു മെഹന്തി മേടിച്ചിട്ട് വരാനായിട്ട്. അപ്പോൾ ഇത് നേരത്തെ മേടിച്ച് വെക്കണമായിരുന്നു കേട്ടോ, മറന്നുപോയി. അങ്ങനെ തന്നെ ഹസ്ബൻഡ് രാവിലെ നടക്കാനായിട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. എനിക്കാണെങ്കിൽ വരയ്ക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ ഇവൾക്കാണെങ്കിൽ കൈ ഫുള്ളായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാനായിട്ട് എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാവുന്നുള്ള ഒരു ഡിസൈനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടാണ് കേട്ടോ ചെയ്തത്. നന്നായിട്ട് എനിക്ക് വരയ്ക്കാൻ അറിയത്തില്ല. അപ്പോൾ അവൾക്ക് ഇങ്ങനെ കയ്യിൽ ഫിംഗറിൽ ഇങ്ങനെ ക്യാപ്പ് പോലെയൊക്കെ വെക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ ചെയ്ത് കൊടുത്തു. ഇതിന് തന്നെ ഏകദേശം ഒരു അരമണിക്കൂറോളം എടുത്തേട്ടോ ഈ ഒരു ചെറിയൊരു ഡിസൈൻ വരയ്ക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ സാമ്പാറിന് വേവിക്കാനായിട്ട് വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്, പരിപ്പും വെജിറ്റബിൾസും എല്ലാം കൂടി. എന്നിട്ടാണ് അവളുടെ പുറകെ പോയത് കേട്ടോ. ഇതിൽ തന്നെ രാവിലെ തന്നെ ചീരത്തോരന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ചുവന്ന ചീരയാണ് ഞങ്ങൾക്കിവിടെ ഇഷ്ടം. അങ്ങനെ പിന്നെ ഇന്ന് സിമ്പിളായിട്ടുള്ള ലഞ്ചാണ് കേട്ടോ. സാമ്പാറും ചീരത്തോരനും മാത്രമാണ് വെക്കുന്നത്. വേറെ നമുക്ക് നോൺ വെജും കാര്യങ്ങളൊന്നും ഇല്ല. ആമിക്ക് മെഹന്തിയൊക്കെ വരച്ചിട്ട് വന്നപ്പോഴത്തേക്കും കൊണ്ട് നമ്മുടെ സാമ്പാറിനൊക്കെ 3 വിസിലൊക്കെ കേട്ട് വെജിറ്റബിൾസും പരിപ്പും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ പരിപ്പ് ഒരു 2 വിസിൽ കേൾപ്പിച്ച് വേവിച്ചിട്ട് പിന്നെ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം വീണ്ടും 1 വിസിലും കൂടി കേൾപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മൊത്തം 3 വിസിലാണ് കേൾപ്പിക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പൊടികൾ സെപ്പറേറ്റ് ആയിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് സാമ്പാർ പൊടിയും പിന്നെ കായപ്പൊടി കുറച്ചധികം തന്നെ ചേർത്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. ഞാനങ്ങനെ സാമ്പാർ പൊടി മാത്രമായിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങനെ വലുതായിട്ട് സാമ്പാർ പൊടി പുറത്തുനിന്ന് മേടിക്കുന്നതല്ല എടുക്കുന്നത്. വീട്ടിലുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും കായപ്പൊടിയും കൂടി മാത്രം മിക്സ് ചെയ്തിട്ടുള്ള സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ അടുത്ത് സാമ്പാർ പൊടി ഉള്ളതുകൊണ്ട് അതും കൂടി എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിന് പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ തന്നെ തൊട്ടടുത്തുള്ള അടുപ്പത്ത് ചട്ടി ചൂടാക്കിയിട്ട് തോരന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സാമ്പാറിന് ഞാൻ വെണ്ടയ്ക്കയും തക്കാളിയും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ വഴറ്റിയാണ് ഇടാറുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വഴറ്റാറില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഈ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കും. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഇതിൽ തന്നെ ആവശ്യത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാമ്പാർ നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിൽ തന്നെ ചീര തോരനൊക്കെ ഒരു സൈഡിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്നാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത് കേട്ടോ, കാരണം എനിക്ക് അവളെ റെഡിയാക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ കിച്ചണിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് പോകുന്നത് കേട്ടോ. രാവിലെ എഴുന്നേറ്റ കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പണികളൊക്കെ ആവും. പിന്നെ മെയിനായിട്ടുള്ളൊരു പരിപാടി എന്ന് പറയുന്നത് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിടണ്ടേ. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാലേ ഒരു സമാധാനം കാണത്തുള്ളൂ. പ്രത്യേകിച്ച് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ എനിക്ക് ഈ കിച്ചൺ ഇങ്ങനെ നീറ്റായിട്ട് കിടന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിലും ഞാൻ എപ്പോഴും ജോലി ചെയ്യുമ്പോഴത്തേക്കും കിച്ചൺ കൗണ്ടർ ടോപ്പ് നീറ്റായിട്ട് ഇട്ടേക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെയ്തു. പിന്നെ ഇതിനിടയിൽ തന്നെ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് സിങ്ക് നിറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. പോരാത്തതിന് ചീര തോരനും കൂടെ ഉള്ള തേങ്ങയും കൂടെ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതും കൂടി ഒരു സൈഡിലാവുന്നുണ്ട്. എല്ലാം സ്പീഡിനാണ് ചെയ്യുന്നത്. പെട്ടെന്ന് ചെയ്തിട്ട് പണികൾ തീർത്ത് പുറത്തിറങ്ങണം. ഒന്നാമത്തെ കാര്യം ചൂടാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണെന്നുണ്ടെങ്കിൽ കുറേ നേരം ഇങ്ങനെ കിച്ചണിൽ നിൽക്കുന്നതേ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നുള്ള കറികൾ വെച്ച് പുറത്തിറങ്ങാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളത് കേട്ടോ. ചീരത്തോരന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുഴമ്പ് മുളക് പൊടിയും ഒരു നുള്ളു ജീരകം, നല്ല ജീരകവും ഉപ്പും കൂടി ഇതുപോലെ ഉപ്പുനീര് ഞാനിങ്ങനെ ഒരു കപ്പിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടിയാണ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നീറ്റായിട്ട് തുടച്ചിടാം. ഓൾറെഡി ഞാൻ തുടച്ചിട്ടപ്പോഴത്തേക്കും കൊണ്ട് തേങ്ങ ചിരകിയപ്പോഴത്തേക്കും കൊണ്ട് അതിൻ്റെ പൊടിയൊക്കെ ആയേ. പിന്നെ അതും ഒന്നും കൂടിയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് കേട്ടോ. പിന്നെ കൈയോടെ തന്നെ പാത്രം കൂടി കഴുകി വയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ കിടക്കും കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ സിങ്ക് ആണെങ്കിൽ കുറച്ച് വലുതാണ്. ഞങ്ങൾ വീട് പണി ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞാണ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അവർ നമ്മളോട് ചോദിച്ചായിരുന്നു ചെറിയ സിങ്ക് വേണോ വലുത് വേണോന്ന്. അപ്പോൾ ഞാൻ കുറച്ച് വലുത് വേണമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള സിങ്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ പാത്രങ്ങൾ കൊണ്ട് ഇടുമ്പോഴത്തേക്കും അതിങ്ങനെ നിറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ മാക്സിമം പാത്രങ്ങൾ അതിലേക്ക് ആവും. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ പാത്രങ്ങളുടെ എണ്ണം കൂടുന്നത് കഴുകുമ്പോൾ. അപ്പോൾ കഴുകി വെച്ചാലും വീണ്ടും പാത്രം ഇങ്ങനെ വരും കേട്ടോ. അതെന്താണെന്ന് അറിയത്തില്ല. എല്ലാ വീടുകളിലും ഇങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു അറിവ്. എൻ്റെ അമ്മയും എപ്പോഴും പറയാറുണ്ട് എന്ത് ജോലിയും സഹിക്കാം, ഈ പാത്രം കഴുകലാണ് സഹിക്കാൻ വയ്യാത്തതെന്ന്. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി ഒതുക്കിയൊക്കെ വെച്ചതിന് ശേഷം നേരെ വന്നിട്ട് എൻ്റെ റാഗി കൂഴ് കുടിക്കുന്നുണ്ട്. ഹസ്ബൻഡ് അവിടെ എന്തോ മീറ്റിങ്ങിലാണ്, ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമിയാണെന്നുണ്ടെങ്കിൽ 2-3 ആഴ്ച കൊണ്ടേ ഈ ഡാൻസ് പ്രാക്ടീസ് ആണ് കേട്ടോ. ഇവർക്കാണെങ്കിൽ എക്സാമിൻ്റെ ഇടയിലാണ് ഈ പ്രോഗ്രാം കൂടി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി പ്രാക്ടീസും കൂടി കഴിഞ്ഞിട്ടാണ് മോള് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നല്ല ടയേർഡായിരിക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ അവളെ എക്സാമിന് പഠിപ്പിക്കണം. അപ്പോൾ ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത് കേട്ടോ. സ്കൂളിൽ നല്ല രീതിയിൽ തന്നെ അവർ പ്രാക്ടീസൊക്കെ കൊടുക്കും. എന്നാലും വീട്ടിൽ വന്നിട്ട് ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ടി വിയിൽ പാട്ടൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അവൾ കളിച്ചോളും. പിന്നെ ചെറിയ ജോലികൾ അവളെ കൊണ്ട് ഞാൻ ചെയ്യിക്കാറുണ്ട്. ശരിക്കും ഞാൻ ചെയ്യിക്കുന്നതല്ല, അവൾ തന്നെ ഇങ്ങോട്ട് വന്ന് പറയും ബോറടിക്കുന്ന അമ്മ എന്തെങ്കിലും ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ തുണി മടക്കലാണ്. എനിക്കിഷ്ടമില്ലാത്തതും ഈ തുണി മടക്കലാണ്. അങ്ങനെ അവളുടെ തുണികൾ അവൾ തന്നെ മടക്കി വെച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനും അവളും കൂടി ചേർന്നിട്ടാണ് ഇന്ന് തുണിയൊക്കെ മടക്കി വെച്ചത് കേട്ടോ. മക്കളെ കൂടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അവരെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. കൊച്ചിലെ ആ ഒരു ശീലം അവരിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വലുതാകുമ്പോഴത്തേക്കും അവർ അവരുടേതായ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് ശീലിച്ചോളും. നമ്മുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിലും അവർ ചെയ്തോളും കേട്ടോ. തുടക്കത്തിലേ നമ്മൾ അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും ചെയ്യത്തില്ല, നമ്മൾ പുറകെ നടക്കേണ്ടി വരും. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാനൊന്ന് എൻ്റെ സെൽഫ് ഗ്രൂമിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫേസ് ഒന്ന് ഹെയറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തു. ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതല്ലേ, അതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാനിപ്പോൾ ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്തിട്ടുണ്ട്. മാങ്ങ അച്ചാറും സാമ്പാറും ചീര തോരനുമാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത്. സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മളിന്ന് ചെയ്തേക്കുന്നത്. മിക്കവാറും എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളങ്ങനെ നോൺ വെജ് ഒന്നും കഴിക്കാറില്ല എന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനുള്ള ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത് ആമിയെ റെഡിയാക്കി എടുക്കലാണ്. തലേ ദിവസം തന്നെ സ്കൂളിൽ നിന്ന് മിസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ അവർക്ക് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈൽ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ഞാൻ ആമിക്ക് ഈ വർഷം മുടി വെട്ടുന്നില്ല കേട്ടോ. കാരണം എല്ലാ വർഷവും ഈ ഒരു മെയ് മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ചൂട് കാരണം കൊണ്ട് അവൾക്ക് മുടി വെട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമും കൂടി ആയതുകൊണ്ട് ഞാൻ എന്തായാലും മുടി വെട്ടുന്നില്ല എന്ന് തീരുമാനിച്ചു. മാത്രമല്ല ഒന്ന് വളർത്തിയെടുക്കാം. വളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ മുഖം എങ്ങനെയുണ്ടെന്ന് കാണാനൊരു ആഗ്രഹം. പെൺമക്കളാകുമ്പോഴത്തേക്ക് അമ്മമാർക്ക് അങ്ങനെയാണല്ലോ, ഒരു ആഗ്രഹം തോന്നത്തില്ലേ. അപ്പോൾ ഇതുവരെയ്ക്കും ആമിക്ക് അങ്ങനെ മുടി ഞാൻ വളർത്തിയിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഞാനാണ് ഇന്ന് അവളെ ഫുൾ മേക്കപ്പൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഇങ്ങനെ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ അവൾക്കും ചെയ്ത് കൊടുക്കുന്നത്. വീട്ടിലൊക്കെ നിൽക്കുമ്പോഴൊക്കെ ഒരിക്കലൊക്കെ കൊടുക്കാറുണ്ടെങ്കിലും ഒരു ഡാൻസ് പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരുക്കി കൊടുത്തു. പക്ഷേ അത് കുറച്ചും കൂടി സിമ്പിളായിട്ടായിരുന്നു കേട്ടോ. ഇത് ഇത്തിരി കുറച്ച് നല്ല രീതിയിൽ തന്നെ റെഡിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈൽ നോക്കിയൊക്കെ ഇവളുടെ മുടിയാണെന്നുണ്ടെങ്കിൽ ഈ ലെയർ കട്ട് പോലെ വെട്ടിയിട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോകുന്നൊരു ടൈപ്പ് ഓഫ് മുടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ ഇതിനനുസരിച്ചുള്ളൊരു ഹെയർ സ്റ്റൈൽ കണ്ടുപിടിക്കണമായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു മോഡൽ ഈ ബ്രൈഡിനൊക്കെ കിട്ടത്തില്ല, ആ ഒരു മോഡലാണ്. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം തന്നെ
തന്നെ ചെയ്ത് ഡെമോ ഒക്കെ ചെയ്തിട്ട് മിസ്സിന് അയച്ചു കൊടുത്തപ്പോഴത്തേക്ക് മിസ്സിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അവർ പറഞ്ഞത് പോണിറ്റെയിൽ പോലെ കെട്ടിയിട്ട് എന്തെങ്കിലും ഒരു രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് ഇവളുടെ മുടി വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പാർട്ടീഷൻ എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ വെച്ചിട്ടാണ് ചെയ്തത്. ബട്ടർഫ്ലൈ ക്ലിപ്പുകളുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇത് ശരിക്കും വേണ്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്നത് ഈസി ആണെങ്കിലും ചെയ്തെടുക്കാനായിട്ട് 1 hour എടുത്തേ. തൊട്ടപ്പുറത്ത് തന്നെ ഹസ്ബൻഡ് ഇരുന്നിട്ട് എന്തൊക്കെയോ കമൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാനിതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. ശരിക്കും ഇതൊക്കെ ചെയ്ത് എടുക്കുന്നത് വരയ്ക്കും ഒരു വലിയ ടാസ്ക്കാണ്. പ്രത്യേകിച്ച് ഈ കുഞ്ഞു മക്കളെയൊക്കെ ഒരുക്കി എടുക്കുക എന്ന് പറയുന്നത്, അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോവും. ആമയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാലൊക്കെ കേൾക്കും കേട്ടോ. അങ്ങനത്തെ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്നാലും കുറേ സമയം നമ്മൾ ഒരേ രീതിയിൽ അവരെ ഇങ്ങനെ പിടിച്ച് നിർത്തുമ്പോഴത്തേക്കും നിൽക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും കേട്ടോ. എന്നാലും അവൾ എന്നോട് സഹകരിച്ചു. എനിക്കങ്ങ് പാവം തോന്നി. കാരണം നല്ല ചൂടാണ്. ആ ഇട്ടേക്കുന്ന ഡ്രസ്സ് നമുക്ക് ഡാൻസിന് വേണ്ടിയിട്ട് സ്കൂളിൽ നിന്ന് തന്നെ അവർ എടുത്ത് തന്നിട്ടുള്ള ഡ്രസ്സാണ്. നമ്മൾ പൈസ അടച്ചപ്പോഴത്തേക്കും അവർ തന്നെ സെലക്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ, ഡാൻസ് കളിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവളുടെ മുടി ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഇളകിയതുപോലെയൊക്കെ ഇരിക്കും. പിന്നെ വീണ്ടും ആ ഒരു സ്ലൈഡൊക്കെ എടുത്തിട്ട് വീണ്ടും സെക്യൂർ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അവൾക്ക് തലയിൽ എണ്ണയൊന്നും തേച്ച് കൊടുത്തിട്ടില്ല. ഇന്നത്തെ ദിവസം കുളിച്ചപ്പോഴത്തേക്ക് രാവിലെ തന്നെ കുളിപ്പിച്ചായിരുന്നു കേട്ടോ. എണ്ണയൊന്നും തേക്കാതെ തന്നെ കുളിപ്പിച്ചായിരുന്നു. ഷാമ്പൂ ഇട്ടിട്ടില്ല കേട്ടോ. ആമയുടെ മുടിയിലാണെങ്കിൽ ഷാമ്പൂ ഒക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ഹെയർ ആയി പോവും. പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എണ്ണ തേക്കാതെ ഷാമ്പൂ ഒന്നും തേക്കാതെ എന്നെ അങ്ങ് കുളിപ്പിച്ചു. അതുകൊണ്ട് കുറച്ച് ഒന്ന് നമുക്ക് ഈസി ആയിരുന്നു കേട്ടോ. പിന്നെ ഇവർക്ക് ഇടാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന മാലയൊക്കെ ഇതാണ്. പിന്നെ അതുപോലെ കമ്മലും ബ്രേസ്ലെറ്റ് ഒക്കെ സ്റ്റോണിൻ്റെ, അതായത് പേളുണ്ടല്ലോ, പേളിൻ്റെതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഞങ്ങൾ 2 ആഴ്ച മുന്നേ തന്നെ പോയി മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അവൾക്ക് ഞാൻ ഈ ഒരു കളർ പൊട്ട് വരത്തില്ലേ, ഈ ഫാൻസിൽ നിന്നൊക്കെ കിട്ടുന്നത്, അതിൻ്റെ പച്ചയും വെള്ളയും കൂടിയുള്ളൊരു കോമ്പിനേഷനിൽ റൗണ്ടിനൊരു പൊട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഫൈനലായിട്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ലിപ്സ്റ്റിക്ക് ഇടുക എന്നുള്ളത്. ഞാനങ്ങനെ ലിപ്സ്റ്റിക്കൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബേബി ലിപ് ബാം മേടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഈ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്നത് കാണുമ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. എന്നാലും കുട്ടികൾക്ക് അങ്ങനെ അത് ഇട്ട് കൊടുക്കുന്നത് നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. ഇപ്പം എന്തായാലും ഡാൻസിന് വേണ്ടിയിട്ട് ഇത് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ കൺമഷിയൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു, ഐലൈനറൊക്കെ. പിന്നെ കവിളിലും അതുപോലെ ഐഷാഡോ ആയിട്ടും ബ്ലഷ് ചെയ്യാനും ഐഷാഡോ ആയിട്ടൊക്കെ കുറച്ച് ലിപ്സ്റ്റിക്ക് എന്നെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്കപ്പും കാര്യങ്ങളും ഒന്നും ചെയ്യാനായിട്ട് അറിയത്തില്ല കേട്ടോ. എന്തൊക്കെയോ ഒരു ഐഡിയ വെച്ച് ഊഹം വെച്ചൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ആമിയെ, നിങ്ങൾക്ക് ഇഷ്ടമായോ, മേക്കപ്പ് ചെയ്തത് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ആമിയുടെ മെഹന്തിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. രാവിലെ ഇട്ടതാണ്, ഉച്ചയായപ്പോഴത്തേക്കും സൂപ്പറായിട്ട് ചുമന്ന് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്നൊന്ന് മറക്കാതെ കമൻറ്റ് ചെയ്തേക്കും. അങ്ങനെ ആമിയെ ഞാൻ റെഡിയാക്കിയതിന് ശേഷം നാട്ടിൽ അമ്മയും അച്ഛനെയൊക്കെ ഒന്ന് ഫോൺ ചെയ്തു. തലേ ദിവസം തന്നെ ഞാൻ വിളിച്ച് അച്ഛനോടൊക്കെ പറഞ്ഞു, അവളോട് അനുഗ്രഹമൊക്കെ മേടിക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഫോൺ വഴി വാട്സാപ്പ് വഴി അനുഗ്രഹമൊക്കെ മേടിച്ചു അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അടുത്തു നിന്നൊക്കെ. പിന്നെ ഡാൻസിന് പോകുന്നതിന് തൊട്ട് മുന്നേ തന്നെ എൻ്റെ അനിയനെയും അനിയൻ്റെ വൈഫിനെയും അമ്മയും അച്ഛനെയും എല്ലാവരെയും വിളിച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ആമിയെ ഒരുക്കിയതുമൊക്കെ. അപ്പോൾ 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും കൊണ്ട് ഇവിടെ ആരും വന്നിട്ടില്ലേ. അങ്ങനെ മിസ്സിനെ ഫോൺ ചെയ്തിട്ട് അങ്ങനെ മിസ്സും എല്ലാവരും വന്നു. അങ്ങനെ ഞങ്ങളാണ് ഇവിടെ ഫസ്റ്റ് എത്തിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളോട് ചോദിച്ചായിരുന്നു എന്തിനാണ് ഇത്ര നേരത്തെ വന്നതെന്ന്. അപ്പോൾ എനിക്കെപ്പോഴും കുറച്ച് നേരത്തെ വരണം, ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ശരിക്കും ഇവിടെ ഞങ്ങൾ 3 മണിക്ക് എത്തിയെങ്കിലും പ്രോഗ്രാമൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 7 മണിയായി. അതുവരെ കുട്ടികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനിടയിൽ തന്നെ ആമിയുടെ മിസ്സ് തന്നെ അവർക്ക് ലാസ്റ്റ് സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ കുറച്ചൊന്ന് ലിപ്സ്റ്റിക്കും പൗഡറൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ആമിയുടെ ഡാൻസ്. മ്യൂസിക് വെക്കാൻ പറ്റത്തില്ല കേട്ടോ, കോപ്പിറൈറ്റ് വരില്ലേ, അതുകൊണ്ടാണ്. പിന്നെ ആവേശത്തിലെ പാട്ടാണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആമിക്കാണെന്നുണ്ടെങ്കിൽ ഒരു അവാർഡും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നേ, നീറ്റ്നെസ്സിനുള്ള അവാർഡ് കിട്ടി. അപ്പോൾ വർഷം തോറും ഇവർക്ക് ഓരോ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് അവാർഡ് കൊടുക്കാറുണ്ട്. നീറ്റ്നെസ്സിന് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ ഫുൾ അറ്റൻഡൻസ് ഉള്ള കുട്ടികൾക്ക്, നന്നായിട്ട് മാർക്ക് മേടിച്ചിട്ടുള്ള കുട്ടികൾക്ക്, അങ്ങനെ ഓരോ കാറ്റഗറിക്കും ഉണ്ട്. അപ്പോൾ ഇത്തവണ ആമയ്ക്ക് കിട്ടിയിരിക്കുന്നത് നീറ്റ്നെസ്സിനുള്ള അവാർഡും കൂടി കിട്ടി കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ മക്കൾ സ്റ്റേജിൽ കയറി നിന്നിട്ട് ഒരു അവാർഡ് വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു ട്രോഫി വാങ്ങിക്കുക, അവർക്കൊരു അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത് ഏതൊരു പാരൻസിനും സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമല്ലേ. അപ്പം ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം ആമി ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയപ്പോൾ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ അവൾ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറിയപ്പോഴത്തേക്കും ഞങ്ങൾക്ക്
രണ്ടുപേർക്കും കരച്ചിൽ വന്നു കേട്ടോ. നന്നായിട്ട് ഞങ്ങൾക്ക് സങ്കടം വന്നു. കാരണം അവൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നുള്ളത് അവളെ ക്ലാസ് ടീച്ചറാണ് കണ്ടുപിടിച്ചത് തന്നെ. അപ്പോൾ അവൾക്ക് ഡാൻസിനോട് ഇത്രയും താല്പര്യം ഉണ്ടെന്നുള്ളത് നമുക്കും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇത്തവണ അവൾ നന്നായിട്ട് കളിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഓൾറെഡി സ്റ്റേജിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാമല്ലോ. പക്ഷേ ഈ ഒരു നീറ്റ്നെസ്സിനുള്ള അവാർഡ് കിട്ടുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പാരൻസിനെയൊക്കെയാണ് അവർ അപ്രീഷിയേറ്റ് ചെയ്തത്. അമ്മമാർ രാവിലെ എഴുന്നേറ്റ് മക്കളെയൊക്കെ ഇത്രയും കൃത്യമായിട്ട് ഒരുക്കി നന്നായിട്ട് വിടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും ഒരമ്മ എന്ന നിലയിൽ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ. അപ്പോൾ ആമയുടെ മേക്കപ്പൊക്കെ ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.